മോനേട്ടൻ ഇന്ന് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ വന്ന് കാത്തു നിന്നത്. എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. സഹായോ ചെയ്യാമല്ലോ. മോനേട്ടനോട് എനിക്കൊരു വിരോധമില്ല, താങ്ക്സ്. ഇഷ്ടവുമാണ്. പക്ഷേ വിവാഹം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നോടൊന്നിച്ച് പഠിക്കുന്ന ഒരാളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഈ ജീവിതത്തിൽ എനിക്കൊരു ഭർത്താവ് ഉണ്ടാവുമെങ്കിൽ അത് ആ മനുഷ്യനായിരിക്കും. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. ഇത്രയും പോരെ? ഇനി ഞാൻ പോയിക്കോട്ടെ? ഈ പറഞ്ഞതൊരു സഹായമല്ലല്ലോ. പിന്നെ എന്ത് സഹായമാണ് ഞാൻ ചെയ്യേണ്ടത്? എന്നെ വിവാഹം ചെയ്യാൻ മോഹനേട്ടന് ഇഷ്ടമല്ലെന്ന് അച്ഛനോട് പറയണം. ഇതൊരു വലിയ പരീക്ഷണമാണല്ലോ അനു. ഇക്കാര്യം ഞാൻ തന്നെ പറയണം? എനിക്ക് വേണ്ടി ഒന്ന് പറഞ്ഞൂടെ മോനേട്ടാ? അനുവിനെ ഞാൻ വിവാഹം ചെയ്യണമെന്ന് അമ്മയും അമ്മാവനും നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചിട്ട് പോലും ഇല്ലല്ലോ. ഉണ്ടോ മോനേട്ടാ? ഇല്ല. അപ്പൊ പിന്നെ പറഞ്ഞാലെന്താ? പറയാം. അമ്മാവൻ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചേക്കും. എന്നാലും സാരമില്ല. അനുവിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ. ഞാനിപ്പോ തന്നെ പറയാം. താങ്ക്സ്. സുഭദ്രയോടും ഇത് പറഞ്ഞിട്ടാണോ മോഹൻ ഇങ്ങോട്ട് പോകുന്നത്? അമ്മയോട് പറഞ്ഞില്ല, അമ്മാവനോട് പറഞ്ഞിട്ടാകാമെന്ന് കരുതി. ഐ സി. ഇത് പറയാൻ വേണ്ടി ഇവിടം വരെ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. ഒന്ന് ഫോൺ ചെയ്താൽ മതിയായിരുന്നല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരിട്ട് പറയുന്നതല്ലേ അമ്മാവ ഭംഗി. അതിരിക്കട്ടെ, ഇത്ര പെട്ടെന്ന് അനുവിനോട് വെറുപ്പ് തോന്നാൻ കാരണം? വെറുപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. വിവാഹം ചെയ്യാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞുള്ളൂ. എന്താ കാര്യം? കാര്യം എന്താണെന്ന് അമ്മാവൻ അറിയാമല്ലോ. നീ ഇത്രയ്ക്ക് വിഡ്ഢിയായിപ്പോയല്ലോ മോഹൻ. ഈ വിദ്യാർത്ഥി ജീവിതത്തിലെ പ്രേമം എന്നൊക്കെ പറയുന്നത് വെറും ഒരു ബാലാരിഷ്ടതയാണ്. തമ്മിൽ കാണാതെയാകുമ്പോൾ താനെ ഭേദമായിക്കൊള്ളും. അതാണ് അതിനുള്ള ചികിത്സ. കാണാതിരിക്കാനുള്ള ഏർപ്പാടുകളും ഞാൻ ചെയ്തു കഴിഞ്ഞു. പക്ഷെ അതൊന്നും കൊണ്ട് ഇത് ഭേദമാകാൻ പോകുന്നില്ല. അമ്മാവൻ അവരുടെ വിവാഹം നടത്തി കൊടുത്തേക്ക്. അതാണ് നല്ലത്. നീ എന്താ പറഞ്ഞത്? അമ്മാവൻ എത്രയേറെ ശ്രമിച്ചാലും അവരെ വേർപെടുത്താനാവില്ല. അപ്പൊ പിന്നെ നിനക്ക് അനുവിനെ വിവാഹം ചെയ്യാമോ? സാധ്യമല്ല. നീ അവിടെ അമേരിക്കക്കാരിയെ കണ്ടുവച്ചിരിക്കും. ശരി, നിനക്ക് പകരം മറ്റൊരുത്തനെ ഞാൻ അവൾക്ക് കണ്ടെത്തും. എന്നാലും ഒരു പോലീസുകാരന്റെ മകന് എന്റെ മകളെ ഞാൻ വിവാഹം ചെയ്ത് കൊടുക്കില്ല. യു അണ്ടർസ്റ്റാൻഡ്? ഇതുപോലെയുള്ള ചില കാര്യങ്ങളിൽ പ്രസ്റ്റീജ് വലിയ പ്രശ്നമാക്കാതിരിക്കുകയാണ് ബുദ്ധി. മോഹന് പോകാം. ഓക്കെ. ഞാൻ നാളെ തന്നെ അമേരിക്കയിലേക്ക് പോകുന്നു. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു. പക്ഷേ ഇന്നത്തെ ചുറ്റുപാടിൽ ഇനി ഇവിടെ കഴിയാൻ തോന്നുന്നില്ല. ഗുഡ് ബൈ. മോനേട്ടാ, താങ്ക്സ്. എന്ത് പറഞ്ഞിട്ടും അവൻ അനുസരിക്കുന്നില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്യാനാ? ഓഹോ, ഇതുവരെ ഞാൻ അഭിനയിക്കുകയായിരുന്നു. ഇനി ഞാൻ യഥാർത്ഥത്തിൽ മാധവൻ തമ്പി ആകേണ്ടിയിരിക്കുന്നു. മനെ, ദയവ് ചെയ്ത് കുട്ടനായർക്കൊരു സഹായം ചെയ്തു തരാമോ? എന്താണ്? പറയൂ. ആരോടെങ്കിലും പറഞ്ഞ് എനിക്ക് ഇവിടുന്ന് ഒരു സ്ഥലം മാറ്റം വാങ്ങിച്ചു തരണം. അതെന്തിന്? ഏതെങ്കിലും അകലെയുള്ള സ്ഥലത്തേക്ക് ഞാൻ എന്റെ മകനെ കൊണ്ട് വെച്ചോളാം. അവിടെ നിന്ന് അവൻ കത്തെഴുതിയാലോ? അന്നവന്റെ കഴിഞ്ഞ മറ്റും ഈശ്വരനെ വിചാരിച്ചു സ്ഥലം മാറ്റം വാങ്ങിത്തരൂ. അവനെ കൊണ്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ടോളാം. ശരി. മകനെ പഠിപ്പിക്കാൻ വേണ്ടി കൊള്ളാവുന്ന കോളേജുള്ള നാട്ടിലേക്ക് ശുപാർശ ചെയ്ത് സ്ഥലം മാറ്റം വാങ്ങി വന്നതാണ് കുട്ടൻ നായർ. പാവം മനുഷ്യൻ. അയാളുടെ കാര്യത്തിൽ എനിക്കും ദുഃഖമുണ്ട്. പക്ഷേ സാറിന്റെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നു. കുട്ടൻ നായർ വരാൻ പറയൂ.
കുട്ടൻ നായർക്ക് എങ്ങോട്ടാ സ്ഥലം മാറ്റം വേണ്ടത്? പറയണം. പള്ളിക്കൂടവും കോളേജും ഇല്ലാത്ത ഏതെങ്കിലും നാട്ടിലേക്ക്. ഇന്ന് തന്നെ ട്രാൻസ്ഫർ ഓർഡർ കിട്ടിയ ഉപകാരമായി സർ. ഓൾ റൈറ്റ്. പഠിച്ചതൊക്കെ മതിയടാ. നിന്റെ ഒടുക്കത്തെ ഒരു പ്രേമം. തമ്പിയങ്ങെന്ന് പറഞ്ഞിട്ട് എന്നെ കാസർഗോട്ടേക്ക് സ്ഥലം മാറ്റിയിരിക്കുക. പോകാൻ ഒരുങ്ങിക്കോ. എവിടെയെങ്കിലും പോയി തൊലഞ്ഞേക്കാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ആരോട് ചോദിച്ചുകൊണ്ട് നീ ഇവിടെ കയറി വന്നു? ചോദിക്കാൻ ആരെങ്കിലും കാണണ്ടേ? ആരെയും കാണാത്തടത്തൊക്കെ നേരെ കയറി ചെല്ലുമോ? അങ്ങനെ എല്ലായിടത്തും ഇല്ല. പിന്നെ ഇവിടെ എന്താ പ്രത്യേകിച്ച്? ഇത് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ വീടായതുകൊണ്ട്. ചൂടാകാൻ എവിടെ നിന്ന് ആരോടാണ് സംസാരിക്കുന്നത് നിനക്കറിയാമോ? ആരോടായാലും എവിടെ നിന്നുകൊണ്ടായാലും പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പോകും. എന്റെ അച്ഛനെ നിങ്ങൾ സ്ഥലം മാറ്റിച്ചു. എന്നെ ഭയന്ന്. നിന്നെ ഭയന്നിട്ടോ? വലിയ കോയിക്കൻ മാധവൻ തമ്പിയോ? ഏത് കോയിക്കൽ തമ്പിയായാലും ഒന്നറിഞ്ഞിരിക്കുക. അച്ഛനെ സ്ഥലം മാറ്റിയാൽ അച്ഛനെ പോകും. മകൻ പോകില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. എന്നിട്ട് നിങ്ങളുടെ മകളെ ഞാൻ വിവാഹം ചെയ്യും. പേടിപ്പിക്കണ്ട. പേടിപ്പിച്ചാൽ ഞാൻ അങ്ങനെ പോവുകയില്ല. സുരേഷിനെ തൊട്ടുപോരുത്. എന്നെ വേണമെങ്കിൽ കൊന്നോളൂ, പക്ഷേ എന്റെ സുരേഷിനെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ ഒരു സുരേഷ് കൊന്നാണെന്ന് ഞാനിവിടെ തന്നെ കാണും. ഇനി നീ ഇവിടെ നിന്ന് പുറത്തു പോന്നിരിക്കുന്നു കാണണം. എന്റെ പൊന്നങ്ങനെ ബുദ്ധിമുട്ടൊന്നും കാണിക്കരുത്. മാറി നിൽക്ക് സകലപിള്ളേ. ഇല്ല, ഞാൻ മാറൂല. വലിയ കോയിക്ക് തറവാട്ടിൽ വന്ന് നിന്നുകൊണ്ട് ഇന്നോടൊരു പട്ടി എന്നെ വെല്ലുവിളിച്ചിട്ടില്ലല്ലോ. വിവേകമില്ലാത്ത ഒരു ചെറുക്കൻ വന്നു നിന്നുകൊണ്ട് എന്നോ പറഞ്ഞു. അതുകൊണ്ട് എന്തുണ്ടായി? അവൻ അവന്റെ പോക്കിന് പോവുകയാണെന്നേ. അവരെ ഞാൻ വിടില്ല. അവന്റെ ശവം ഇവിടെ ഞാൻ കൊടുത്തയക്കൂ. വലിയ കോയിക്ക് തറവാടിന്റെ അഭിമാനം വലുതാണോ? അതുകൊണ്ടാണ് അങ്ങനെ ശങ്കരപ്പിള്ളി ഇത് തന്നെ പറയുന്നത്. ഇവിടെ എന്തെങ്കിലും ഉണ്ടായാൽ നാളെ അത് പുറത്തറിയും. പിന്നെ എവിടെയാണ് അങ്ങനെ ഈ തറവാടിന്റെ അഭിമാനം? അനുമോളുടെ ഭാവി തകർന്നു പോയില്ലേ? അതുകൊണ്ട് അങ്ങനെ അകത്ത് പോയിരിക്കും. ശങ്കരപ്പിള്ള ആ ചെറുക്കനെ ഇറക്കി വിട്ടിട്ട് വരാം. ദയവ് ചെയ്ത് അകത്തേക്ക് പോകൂ. അങ്ങനെ എന്റെ പൊന്ന് സുരേഷ് കുഞ്ഞിന് ഇത്രയും ബുദ്ധിയില്ലാതെ ആയിപ്പോയല്ലോ. എന്താ കാര്യം നടന്നു കിട്ടിയാ പോരെ? അതിന് നേരെ ഓടിക്കേറി ഇങ്ങോട്ട് പോരണോ? എനിക്ക് ആരെയും അങ്ങനെ പേടിയൊന്നുമില്ല. അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടെ? നിങ്ങളുടെ കാര്യം ഈ ശങ്കരപ്പിള്ള സാധിച്ചു തരാം. ഈശ്വരനെ വിചാരിച്ച് എന്റെ കുഞ്ഞ് ഇപ്പൊ പോകും. നിങ്ങളുടെ അങ്ങ് തന്നെ മൂക്കി വലിച്ചു കയറ്റുമെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് ആളെങ്ങോട്ട് പോയി? എന്റെ പൊന്ന് സുരേഷ് കുഞ്ഞ്, അദ്ദേഹം പ്രായമായ മനുഷ്യനാ. എന്തെങ്കിലും ഏറ്റക്കുറച്ചിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞങ്ങ് ക്ഷമിച്ചു കളാം. എന്റെ പൊന്നു കുഞ്ഞ് ഇപ്പൊ പോകും. ശരി. എന്താ അമ്മാവ? കുഞ്ഞിനെ പ്രസവിച്ച 5ാമത്തെ ദിവസം കുഞ്ഞിന്റെ അമ്മ മരിച്ചതാണ്. പിന്നെ കുഞ്ഞിനെ ഇതുവരെ വളർത്തിക്കൊണ്ടുവന്നത് തമ്പി അദ്ദേഹവും ഈ പാവപ്പെട്ട ശങ്കരപ്പിള്ളയും കൂടിയാണ്. രാത്രിയിൽ തമ്പി അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കിടന്നാണ് കുഞ്ഞ് ഉറങ്ങിയിട്ടുള്ളത്. ഒരമ്മ സഹിക്കേണ്ട എല്ലാ വേദനയും കുഞ്ഞിന് വേണ്ടി അദ്ദേഹം സഹിച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മാവ. എന്നിട്ടാണോ ഇതുപോലത്തെ ഒരച്ഛനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു നിശ്ചയമില്ല. അദ്ദേഹം വല്ല കടുങ്കയും ചെയ്താൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് കുഞ്ഞിന്റെ അച്ഛൻ ജീവിച്ചിരിക്കാൻ വേണ്ടിയെങ്കിലും ഈ സ്നേഹം വേണ്ടെന്ന് വെച്ചുകൂടെ? അത് ഒരു വഞ്ചനയില്ല അമ്മാവ. എല്ലാ കാര്യങ്ങളും കാണിച്ച് ഒരു കത്ത് എഴുതി തരാമോ?
ശങ്കരപ്പിള്ള കൊണ്ടുപോയി സുരേഷ് കുഞ്ഞിന്റെ കൈ കൊടുത്ത് ഈ പ്രശ്നം ഇന്ന് അവസാനിപ്പിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ കത്ത് വേണ്ട അമ്മവ. നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക നല്ലത്. അതിനുള്ള സൗകര്യം അമ്മാവൻ ഉണ്ടാക്കി തന്നാ മതി. അയ്യോ കുഞ്ഞെ, തമ്പി അദ്ദേഹം അറിഞ്ഞ അതിന്റെ തല വീശിക്കളെ. അച്ഛനറിയാതെ അതൊന്നും സാധിച്ചു തരാൻ അമ്മാവൻ വിചാരിച്ച സാധിക്കില്ലേ? എങ്കിൽ ഒരു കാര്യം ചെയ്യാം. രാത്രിയില് ബംഗ്ലാവിന്റെ പുറവശത്തുള്ള മതിലിന്റെ അടുത്ത് സുരേഷ് കുഞ്ഞ് വരട്ടെ. അച്ഛനറിയാതെ കുഞ്ഞു പോയി കണ്ടോ. പക്ഷേ വേഗം കാര്യം പറഞ്ഞു വിട്ടേക്കണം. വളരെ വേഗം പറഞ്ഞേച്ചേക്കാം. എന്നാ ഈ വിവരത്തിന് ഒരു കത്ത് എഴുതിയിട്ടാ ഞാൻ കൊണ്ടുപോയി സുരേഷ് കുഞ്ഞിന്റെ കയ്യിൽ കൊടുക്കാം. പിന്നെ രാത്രിയിൽ മതിലിന്റെ അടുത്ത് വന്ന് സൈക്കിളിന്റെ ബെല്ലടിക്കാൻ പ്രത്യേകം എഴുതിയേക്കണം. ശരി. ഭഗവാനെ,